ആധാരപ്രകാരം അപ്പന്റെ കാലശേഷം മാത്രമേ എനിക്ക് വസ്തു കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ അവകാശമുള്ളൂ. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ കൈക്കൂലിയുള്ള അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാമെന്ന്. ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ നോ നോ, പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ കൊളസ്ട്രോള് 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കയറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീട് കാർ ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന് ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35, UDC ആയി ആലോചന വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ആം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി, 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEOവും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ? എന്നെ കൂടി ആയിരിക്കണം അവളെല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ ഒരു സുഖം. ഇതൊരു അസുഖം, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെമ്പിള്ളേർ മോശമൊന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചെലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാടി ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഭയങ്കര ഒച്ചയുണ്ടല്ലയോ? ഇത് മൊത്തം ഇളകിയിരിക്കുക. ഉറപ്പിച്ചില്ലേ താഴെ പോരും. അതാ പിടുത്തപ്പെട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്ന് പാറേന്നൊക്കെ ദിവസം വീഴ്ചയാ. അടെ 3 വർഷം മുമ്പ് എവിടെ? അടെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സാബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ, ഒറ്റ വെട്ടിയിലായിരുന്നു. അണ്ട താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. കല്ല് വെച്ചായിരുന്നോ?
അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീട് എവിടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീട് എവിടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുള്ളൂ. അച്ഛനായി വാ കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. ആ നന്നായി. എന്താ? അല്ല എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷാ. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും തൃപ്തി വരികയല്ല. ഇതാരാ? ആണോ? കൊച്ചനായി വാ. ആ ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? ആ കാണാൻ കേട്ടോ. ഓ വരുന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ലോഡ്ജിലെ കക്ഷിയായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചാറ്റിംഗ്. നന്ദകുമാർ വിളിച്ചിരുന്നു. നെറ്റ്വർക്ക് കോളനിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വല്ലാത്ത സ്ഥലമായി ഈ കോളനി. പ്രോജക്റ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടരുത്. അതെങ്ങനാച്ചാ? MSW എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ മാസ്റ്റർ ആവണമെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇനി ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്യണ്ടേ? പിന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പോയപ്പോ ചെയ്ത പോലെ പിള്ളേരെ കുളിപ്പിക്കലൊന്നും വേണ്ട. ഒക്കെ ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ഷന് നിക്കണം. ചെലപ്പോ ജയിച്ച് മന്ത്രിയാവില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ എന്തായാലും നന്ദനങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ. കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു 6 പേര് കൃത്യം 11 മുമ്പ് ആ കോളനിയിൽ എത്തണം. അച്ഛാ, രേവതിയുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. നിക്കേ രേവതി. എന്താ മീരെ? ഇങ്ങ് വാ. നിന്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ? പക്ഷെ എനിക്ക് താല്പര്യമില്ല ആന്റി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ, ഇത് വലിയ കഷ്ടമായല്ലോ. രേവതി നോക്ക്, ഞങ്ങളുടെ ഔദാര്യം പോലെയൊന്നുമല്ല നിന്നെ എവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കഷ്ടകാലം ആർക്കും വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീടായേ കാണാവൂ. പഠിപ്പിന് ആവശ്യമായി എന്തും, ഫീസ്, ഡ്രസ്സ്, ബാക്കി എന്തുണ്ടെങ്കിലും ചോദിച്ചോണം. പിന്നെ നല്ല മാർക്കും വാങ്ങണം. ടൂർ ഫീസ് അങ്ങ് കൊടുത്തേരും. ശരി. സോഷ്യൽ വർക്കറേ, ബൈ.